ശരിക്കും പറഞ്ഞാൽ 8 വയസ്സ് മുതൽ പാടാൻ 8 തുടങ്ങി. വയസ്സ് മുതല്. എനിക്ക് 3, 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ കേൾക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ശകുന്തളയിലെ പാട്ട്, ഉം. കായംകുളം കൊച്ചുണ്ണി, ഗ്രേസി, ഇങ്ങനെയൊക്കെയുള്ള സിനിമകളിലെ ഡോക്ടർ, ഇങ്ങനെയൊക്കെയുള്ള സിനിമകളിലെ പാട്ടുകളാണ് അന്ന് എപ്പോഴും തിയേറ്ററിന് മേലെ 2 കോളാമ്പി വെച്ചിട്ട് മാറ്റിനിക്ക്, ഫസ്റ്റ് ഷോയ്ക്ക്, സെക്കൻഡ് ഷോയ്ക്കൊക്കെ പാട്ട് ഫുൾ കാണും. കേട്ടോണ്ടിരിക്കുക. ഒരു ദിവസം തന്നെ ഒരു 3, 4 പ്രാവശ്യം ഈ പാട്ട് നമ്മളിങ്ങനെ കേൾക്കുകയാണ്. എടാ നാളെ കഴിഞ്ഞ് ദാസങ്ങൾ വരുമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തു ദാസൻ വിശ്വാസമില്ലേ സിനിമയിലൊക്കെ പാടുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രിയ ഗായകൻ, ക്രിസ്തീയ ഗാനങ്ങളുടെ തമ്പുരൻ, അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട KG മർക്കോ സാറാണ് ഇന്ന് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലിൽ കൂടെയുള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ സാറ് നല്ല തിരക്കാണ് അതെ, ക്രിസ്മസ് പാട്ടുകളുമായിട്ട് അല്ലേ? അതെ അതെ അതെ, അപ്പൊ അതിനിടയിലാണ് ഇന്ന് നമ്മളോടൊപ്പം കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. ക്രിസ്മസിന് മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ. എനിക്കറിയില്ല, ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്തീയ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് സാറിന്റെ മുഖം തന്നെയാണ്. അത് ഞങ്ങൾ മലയാളികളുടെ ഒരു പ്രശ്നമായിരിക്കാം ചിലപ്പോ. അത്രയും മനസ്സിൽ തറഞ്ഞ പാട്ടുകളാണ്. തീർച്ചയായും. ഈ ക്രിസ്തീയ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടി വരുന്നത് ഇസ്രായേലിൻ നാഥനായി. ഓഫ്, എന്താണ് ആ പാട്ടിന്റെ 25 വർഷമായി, അതായത് 2000 ഇറങ്ങാൻ വേണ്ടി പാടിയതാണ്. ഇപ്പൊ 25 വർഷം ആയി ഈ പാട്ടിന്റെ ആ പുതുമ നഷ്ടപ്പെടാതെ ഇങ്ങനെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തലമുറയിലുള്ള ആളുകൾക്ക്, ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ അതെ, ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ വിഭാഗം ആൾക്കാർക്കും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും കന്നഡയിലായാലും തെലുങ്കിലായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. എന്തോ ഒരു ദൈവാധീനം എന്നേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും അതൊരു മിലീനിയൽ സോങ് എന്ന് നമുക്ക് പറയാല്ലേ. 2000 പുറത്തിറങ്ങിയ പാട്ടാണ്. ഇപ്പൊ 25 വർഷം കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു ഒളി മങ്ങാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഗാനം അല്ലേ ഏറ്റവും കൂടുതൽ സാറിന്റെ അടുത്ത് എല്ലാവരും പാടാൻ ആവശ്യപ്പെടുന്ന ഇന്നും ഗാനം? ഇപ്പൊ ഏത് വേദിയിൽ പോയാലും ആവശ്യപ്പെടുന്ന ഒരു പാട്ട് ആണ്. ഇതിന് പുറകിൽ പ്രവർത്തിച്ചവരൊക്കെ ആരൊക്കെയാ? ഇതിന്റെ പുറകിൽ ഞാനിത് പാടുന്ന ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 82 മുതൽ കാസറ്റ് കമ്പനികൾക്ക് വേണ്ടി പാടാൻ ആരംഭിച്ചു. ഒരുപാട് ക്രിസ്ത്യൻ പാട്ടുകൾ ആ സമയത്തും അതിന് ശേഷവും ഒക്കെ പാടിയിട്ടുണ്ട്. അറിയപ്പെടുന്ന പാട്ടുകളും ആ സമയത്ത് വന്നിട്ടുണ്ട്. Yes. അതായത് എനിക്കൊന്ന് പിന്നെ കാത്തലിക് വിഭാഗത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു പിതാവാണ് കൊർണേലിയസ് പിതാവ്. അദ്ദേഹത്തിൻ്റെ ഈ യാത്രയിൽ വഴി കാട്ടുവാൻ തെളിയൂ പൊൻദീപമേ, ഈ ജീവിതം ശുഭമാക്കുവാൻ കനിയൂ വരദായക, നീയൻ അഭയം മഹിയിൽ എന്നായക. ഈ പാട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 84, 85 കാലഘട്ടത്തിലൊക്കെ പാടിയതാണ്. ഇന്നും അത് പള്ളികളിലൊക്കെ പാടുന്നുണ്ട്. ഞാൻ എവിടെ ഉദ്ഘാടനത്തിന് പോയാലും ആദ്യം പാടുന്ന ഒരു പാട്ട് ഇതാണ്, ആവശ്യപ്പെട്ടാൽ. അതായത് ഈ യാത്രയിൽ ഒരു പൊൻദീപമായിട്ട് തെളിഞ്ഞ് നമ്മളെ നയിക്കുക, ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുകയാണ്. അതുപോലെ ഈ ജീവിതം ശുഭമാകുവാൻ നിന്റെ എല്ലാ കടാക്ഷവും നമുക്ക് തന്ന് അനുഗ്രഹിക്കണം എന്നുള്ള ആ ഒരു അർത്ഥം വരുന്ന പാട്ടാണ്. അപ്പോൾ അത് വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ്. അതുപോലെ തന്നെ എത്രയോ പാട്ടുകൾ, ഒരുപാട്, ഭയമേതുമില്ലെൻ്റെ ദൈവം, ജീവിതത്തോണി തുഴഞ്ഞ് തുഴഞ്ഞ്, അങ്ങനെ എത്രയോ പാട്ടുകളാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2000 വരുന്നത്. അപ്പോൾ 2000-ന് വേണ്ടി ഒരു പാട്ട് എന്ന രീതിയിൽ ഇതിനെ 2000 ക്രിസ്മസിനാണോ? അതെ, 1999 ഒക്ടോബർ നവംബർ മാസത്തിലായിരുന്നു ഇതിൻ്റെ റെക്കോർഡിങ്, ആ ഡിസംബറിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് എല്ലാ പ്രാവശ്യം പാടുന്ന പോലെ ഒരു പാട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യം കൈകാര്യം ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻസിൻ്റെ ഒക്കെ ഒരു കടന്നുകയറ്റം വരുന്ന ഒരു സമയമായിരുന്നു. 90-കളുടെ ഒരു മധ്യത്തിലും അതിൻ്റെ തുടക്കത്തിലും ഒക്കെ ആയിരുന്നു. പണ്ടും കീബോർഡൊക്കെ ഒരു 80, 70, 80 കാലഘട്ടത്തിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പോളിഫോണിക്കായിട്ട് ഉള്ള കീബോർഡ്, അതേപോലെ ഡ്രംസ്, പണ്ട് ഡ്രംസ് എന്ന് പറഞ്ഞാൽ ഒരു 25 എണ്ണം നിരത്തി വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്ന, അത് പോയിട്ട് ഒരു ചെറിയ ചെല്ലപ്പെട്ടി എന്നായിരുന്നു ഞങ്ങൾ പറയുന്നത്. ആദ്യം ഒരു നോട്ട്ബുക്കിൻ്റെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു സാധനം വന്നു. അതിൽ കുറേ കൈയിട്ട് വിരലിട്ട് കുത്തുന്ന ഒരു പരിപാടിയായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ അത് കുറച്ചും കൂടെ വിപുലപ്പെടുത്തി 6/8 എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ വടി കൊണ്ട് വായിക്കാവുന്ന രീതിയിലുള്ള ഡ്രംസായി. അങ്ങനെ പിന്നെ അതിൻ്റെ മോഡിഫിക്കേഷൻസ് വരുന്നു.
അപ്പോൾ ഇതൊക്കെ ഒരു പുതുമയായിരുന്നു ആ സമയത്ത്. ഉം. അപ്പം അതായിരുന്നു ഇതിനകത്ത് ഒരു അട്രാക്ഷൻ. ഉം. പിന്നെ ഈ പീറ്റർ ചേരാനെല്ലൂർ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ്റെ ഒരു രംഗപ്രവേശത്തിൻ്റെ ഒരു ഒരു സമയമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇപ്പം പണ്ടത്തെ പല ക്രിസ്ത്യൻ ഡിവോഷനിൽ നമ്മൾ എടുത്തു നോക്കിയാലും ഇപ്പം പിന്നെ രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ, നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയേണമേ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സുഖമാണ് അതെ അതിൻ്റെ ആലാപനത്തിൽ. Yes. പക്ഷേ അതിനകത്ത് ഓർക്കസ്ട്രേഷൻ വരുമ്പം നേരെ ഇൻസ്ട്രുമെൻ്റ് ടാരരീ എന്ന് പറഞ്ഞങ്ങ് ഓർക്കസ്ട്ര കയറുകയാണ്. പീറ്ററിൻ്റെ പാട്ടുകളിൽ വരുമ്പോൾ അങ്ങനെയല്ല. പീറ്ററിൻ്റെ പാട്ടുകൾ വരുമ്പോൾ മിക്കവാറും എല്ലാം കോറസാണ്. ഓ. അപ്പോൾ ഓർക്കസ്ട്രയുടെ കൂടെ ബാക്കപ്പ് വരുന്നത് കോറസാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ആണ് ഞാൻ പുള്ളിയുടെ മിക്ക പാട്ടിലും ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു വേറെ ഒരു ഡിവൈനിറ്റി നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ചും ഈ ക്രിസ്തീയ ഗാനങ്ങളുടെ ഒരു നല്ല പാട്ടുകൾ, പ്രത്യേകിച്ചും അശരീരിയായിട്ടുള്ള പാട്ടുകൾ വരുമ്പം കോറസ് ഒരു ആകാശത്തുനിന്ന് ഒരു മാലാഖമാരുടെ വരുന്ന ഒരു ഒരു പ്രതീതി, ആ ഒരു കോറസിൻ്റെ ഒരു ഒരു എഫക്റ്റ് ഇങ്ങനെ കൊടുക്കാറുണ്ട് പുള്ളി. അപ്പം ഈ പാട്ടിനകത്ത് അത് ഈ ആബാ പിതാവേ വരുമ്പോഴും അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഓർക്കസ്ട്രയിൽ വരുമ്പോഴും ഒക്കെ കോറസിൻ്റെ ഒരു തള്ളിക്കയറ്റം നമുക്ക് കാണാം. അപ്പോൾ അതൊരു പ്രത്യേകതയായിരുന്നു. പിന്നെ അതിൻ്റെ പാട്ടിൻ്റെ ഒരു ഘടന സാധാരണ പള്ളിപ്പാട്ട് പോലെ അല്ല, എന്നാൽ അത് വിട്ടുപോകാതെ എന്തോ ഒരു നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു ഒരു ഡിവൈനിറ്റി അതിനകത്ത് വന്നു. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ആ ഒരു ഒരു പ്രത്യേകത. അതൊരു പ്രത്യേകതയായിട്ട് ഉണ്ടായിരുന്നു. ആദ്യത്തെ 1-2 ആഴ്ച ഒരു സ്ലോ ഇതായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഭയങ്കര ഒരു, എനിക്കൊന്ന് ഏറ്റവും മില്യൺ ആളുകൾ കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ഗാനമാണ് ഈ ഇസ്രായേലിൽ നിന്ന്. അത് ഇപ്പൊ നമ്മുടെ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മില്യൺ പോയിരിക്കുന്നതാണ് ഈ പാട്ടാണ്. ശരിയാണ്, സത്യം. അത് തന്നെ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത് തന്നെ ഒത്തിരി പേര് പാടിയിട്ടിട്ടുണ്ട്. പല രീതിയിൽ. തീർച്ചയായിട്ടും. പക്ഷെ ഏറ്റവും ഫസ്റ്റ് അടിക്കുമ്പോൾ വരുന്നത് സാറിന്റെ പാട്ടാണ്. തീർച്ചയായിട്ടും. അത് എന്തോ എനിക്കും അറിഞ്ഞുകൂടാ. ഒരുപാട് പേര് ഈ പറഞ്ഞാലും പിന്നെ ഞാനും ഇത് പിന്നെ പറഞ്ഞും പാടിയും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തോ അതിന്റെ ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. അതാണ്, അതെന്താണെന്ന് അറിയത്തില്ല. പല രീതിയിൽ പലരും പാടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ സാറേ എനിക്ക് തോന്നുന്നു 1979 കാലഘട്ടങ്ങളിലൊക്കെയാണ് പാടി ഇപ്പോൾ സിനിമയിലൊക്കെ ആണെങ്കിലും വന്നിരിക്കുന്നത്. ആ കാലഘട്ടത്തിനേക്കാളും ഇപ്പോഴോ എത്തിക്കഴിഞ്ഞപ്പോൾ ടോട്ടലി എല്ലാം ഡിഫറെന്റ് ആയി. പക്ഷെ ഇപ്പോഴും നല്ല സ്റ്റേൺ ആയിട്ട് ഇപ്പൊ 2024 പാട്ടിൽ വരെ യൂത്തിനെ വരെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം തൊട്ടൊന്ന് തുടങ്ങാം. 1979 ആ ഫസ്റ്റ് ഫിലിം എന്ന് പറഞ്ഞാൽ ബാലചന്ദ്രൻ മേനോന്റെ ആയിരുന്നു ആദ്യത്തെ സിനിമ. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഗാനമേളകള് ആണ് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഏത് വയസ്സിലത്? ശരിക്കും പറഞ്ഞാൽ 8 വയസ്സ് മുതൽ പാടാൻ തുടങ്ങി. കാരണം ഒരു അറിവ് വന്ന കാലം മുതൽ ഒരു 8 വയസ്സായി. ഒരു പാരമ്പര്യമായിട്ട് അങ്ങനെ ഉണ്ടോ വീട്ടിൽ? പാരമ്പര്യം പറയാനായിട്ടാണെങ്കിൽ എൻ്റെ ഫാദറും എൻ്റെ ഫാദറിൻ്റെ ഫാദറും ഡോക്ടർമാരായിരുന്നു. അപ്പം ആ ഒരു പാരമ്പര്യം അല്ല. പക്ഷെ എൻ്റെ അപ്പൻ്റെ അമ്മ അത്യാവശ്യം പാടുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഈ ബ്രിട്ടീഷ് ഇൻവേഷനൊക്കെ വന്നപ്പം അവർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായിരുന്നു. അതായത് CSI അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. കാരണം അന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ പോലെ ഓർത്തഡോക്സ് പിന്നെ പാത്രിയർക്കീസ് മാർത്തോമ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് അവർ ഫോളോ ചെയ്ത് വന്നിരുന്നത് ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ള പാട്ടുകളാണ്. അപ്പം അവരുടെയൊക്കെ പാട്ടുകളിൽ പ്രത്യേകിച്ചും CSI എന്ന് പറയുന്നത് അതിനകത്ത് ഈ CSI വിഭാഗക്കാർക്ക് ഒരു പാട്ടെന്ന് പറയുന്നത് 3-4 ഒക്ടേവ്സിലൊരു ഒക്ടേവ് അല്ല, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബേസ്, അതിൻ്റെ മെലഡി, ടെന്നർ, ഇങ്ങനെ 2-3 തരത്തിലാണ് അവർ പാടുന്നത്. അപ്പോൾ അതിൽ എൻ്റെ ഗ്രാൻഡ് മദറും അന്നത്തെ കാലത്ത് ഏതോ ഇതിൻ്റെ ടെന്നറാണോ ഹയർ നോട്ട്സ് ആണോ ബേസ് ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഏതോ ഒരു വിഭാഗത്തിൽ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആയിരിക്കണം എന്നിലേക്ക് കടന്ന് വന്നത്. കാരണം എൻ്റെ പിന്നെ ഫാദറിൻ്റെ അമ്മ
എൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററിനെ സംഗീതം പഠിപ്പിച്ചതിൻ്റെ ഒരു ബുക്ക് എനിക്ക് കിട്ടി. ആ പുള്ളിക്കാരിയും ഡോക്ടറായിരുന്നു പിൽക്കാലത്ത്. പക്ഷേ ചെറിയ പ്രായത്തിൽ പഠിച്ച ഒരു ബുക്ക്. എൻ്റെ ഫാദർ ഒറ്റ മകനായിരുന്നു. അപ്പം ഞങ്ങൾ ആ വീടൊക്കെ വൃത്തിയാക്കിയപ്പം ഒരു അലമാരയിൽ നിന്ന് പഴയ ഒരു നോട്ട് ബുക്ക് കിട്ടി. അപ്പം അതിൽ സരളി വരിശകൾ തൊട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്ന പാഠം സാരി അങ്ങനെ. അപ്പോൾ ആ സരളി വരിശകൾ തൊട്ട് ഉള്ള പാഠങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ജണ്ട വരിശകൾ, ഗീതം, വർണ്ണം, പിന്നെ കീർത്തനം, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഫാദറിനോട് ചോദിച്ചു, അപ്പം ഇത് ആര് പഠിച്ചത് എവിടെ? അന്നും അക്കാലത്ത് 1935-40 കാലഘട്ടത്തിലെ കാര്യമാണ്. അപ്പോൾ പറഞ്ഞു, എടാ പെങ്ങൾ പഠിച്ചതെന്ന് പറഞ്ഞു. ഫാദറിൻ്റെ മൂത്ത. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ട്രഡീഷൻ അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ അവരാരും ആ രംഗത്തേക്ക് വന്നില്ല. ആ പുള്ളിക്കാരിയും ഡോക്ടറായി പിൽക്കാലത്ത്, ഫാദറും ഡോക്ടറായി. അപ്പോൾ ആ ഭാഗത്തേക്ക് പിന്നെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഫാദർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കേശവദാസപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്ത് 1957 കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു കോമ്പൗണ്ടിൽ തന്നെ ഞങ്ങളുടെ വീട്, അതിൻ്റെ ഓണറുടെ വീട്, അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഒരു തിയേറ്റർ, അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പമ്പ്. ആ പമ്പ് ഇപ്പോഴും കേശവദാസപുരത്തുണ്ട്. അതിനിപ്പുറത്ത് കാണുന്നതൊക്കെ പോയി. പക്ഷേ ഈ തിയേറ്ററിൽ വെക്കുന്ന പാട്ടുകൾ അന്നത്തെ കാലത്ത്, അതായത് 60s വെക്കുന്ന പാട്ടുകൾ, എനിക്ക് 3-4 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ കേൾക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ശകുന്തളയിലെ പാട്ട്, കായംകുളം കൊച്ചുണ്ണി, ഗ്രേസി, ഇങ്ങനെയൊക്കെയുള്ള സിനിമകളിലെ ഡോക്ടർ, ഇങ്ങനെയൊക്കെയുള്ള സിനിമകളിലെ പാട്ടുകളാണ് അന്ന് എപ്പോഴും തിയേറ്ററിൻ്റെ മേലെ 2 കോളാമ്പി വെച്ചിട്ട് മാറ്റിനിക്ക്, ഫസ്റ്റ് ഷോയ്ക്ക്, സെക്കൻഡ് ഷോയ്ക്കൊക്കെ പാട്ട്. ഒരു ദിവസം തന്നെ ഒരു 3-4 പ്രാവശ്യം ഈ പാട്ട് നമ്മളിങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പതുക്കെ പതുക്കെ പാടാൻ തുടങ്ങി. അപ്പോൾ വലിയ അറിവൊന്നുമില്ല, കേൾക്കുന്നത്, പാടുന്നു, അങ്ങനെ. അപ്പോൾ എനിക്ക് ചില പാട്ടുകൾ ഇഷ്ടമായിരുന്നു. പ്രിയതമ എന്നുള്ള സുശീലാമ്മയുടെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാനും അതുപോലെ കുയിലിനെ പോലെ അവിടുന്ന് പ്രിയതമ കേൾക്കുമ്പോൾ ഞാനും ഇവിടുന്ന് പ്രിയതമ എന്ന് പാടും. അപ്പം അങ്ങനെ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഡെയിലി ഇങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞ് അവിടുന്ന് എനിക്കൊന്ന് 10 വയസ്സായപ്പോഴത്തേക്കും ഫാദറിന് ട്രാൻസ്ഫറായി. ഞങ്ങൾ ആലപ്പുഴ വരുന്നു. അപ്പോൾ ആലപ്പുഴ വന്ന് ഞങ്ങൾ അവിടെ സെറ്റിലാവുന്നു. ഫാദർ അതിനിടയ്ക്ക് പിന്നെ അവിടുന്ന് ട്രാൻസ്ഫറായി എറണാകുളത്തും കോട്ടയത്തും ഒക്കെ വർക്ക് ചെയ്തു. പക്ഷെ ഞങ്ങൾ അവിടെ തന്നെ പഠിച്ചു. 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് പകുതി വരെ ഞാൻ ആലപ്പുഴ ലിയോ 13th ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്തും ഈ പറഞ്ഞ പോലെ ഒരു ദിവസം മിനിമം 1 മണിക്കൂർ ഒരു മുറിയുടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്ന് പാടും. മിനിമം 1 മണിക്കൂർ. അതെനിക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഞാൻ പാടും. ആരും കേൾക്കണമെന്നൊന്നുമില്ല. അല്ല, ചിലപ്പോൾ ബാത്റൂമിലായിരിക്കും. അപ്പോൾ ആ എക്കോയുടെ ഒരു സുഖത്തിൽ അവിടെ തന്നെ ഇരുന്നോ അല്ലെ നിന്നോ ഒക്കെ അങ്ങ് പാടും. അത് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഭയങ്കര ഹൈ പിച്ചിലും എനിക്കിഷ്ടമുള്ള ശ്രുതിയിലൊക്കെ പാടും. അതായിരുന്നു മെയിൻ എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ അന്ന് ഈ പറഞ്ഞ പോലെ കല്യാണങ്ങൾക്ക് അന്ന് ഇതുപോലെ നമുക്ക് ഹാളും അങ്ങനെയുള്ളതൊന്നുമില്ല. വീടിൻ്റെ മുറ്റത്ത് വലിയ പന്തലൊക്കെ ഇട്ടിട്ട് ഒരു 3-4 ദിവസം മുമ്പേ പെണ്ണുങ്ങളൊക്കെ അരിയലും പുരിയലും വറക്കലും ഒക്കെ ഇങ്ങനെ തുടങ്ങും. അപ്പം അവർക്ക് സമയം പോകാൻ വേണ്ടി എന്നെ പിടിച്ച് എന്നെ നടത്തിയിരിക്കും. അപ്പം നമുക്ക് പാടിയാൽ മതി. അപ്പോൾ എവിടെങ്കിലും അപ്പോൾ ചെറിയ പ്രായമല്ലേ, 7-8 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നടുക്ക് ഇരിക്കുക, പാടുക. എനിക്ക് മതിയാവോളം ഞാൻ ഇരുന്ന് പാടും, അവരുടെ പണി ചെയ്യും. അങ്ങനെയാണ് അത് ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ആലപ്പുഴ വരുമ്പം എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഒപ്പം ഇരുന്ന് പഠിച്ചവന്മാരാണ് ഇന്ന് സിനിമയിലുള്ള ഔസപ്പച്ച മാളക്കുഴി. അവന് ഞാൻ അടുത്തടുത്തിരുന്ന് പഠിച്ചത്, തൊട്ടടുത്തിരുന്ന്. എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ് ജിജോ പുന്നൂസ്, നവോദയ അപ്പച്ചൻ്റെ മോൻ. പിന്നെ എൻ്റെ സീനിയറായിരുന്നു സിബി മലയിൽ, തൊട്ടും എൻ്റെ ചേട്ടൻ്റെ കൂടെ പഠിച്ചത്. അപ്പം ഇവരൊക്കെ അന്ന് സിനിമയിൽ വരുമെന്നൊന്നും നമുക്കും ഓർമ്മയില്ല, അല്ല ഐഡിയ ഇല്ല, എനിക്കും ഐഡിയ ഇല്ല ഞാൻ പാട്ടുകാരനാവുമെന്ന്. അപ്പം ഇവർ പക്ഷേ ഈ ഏതെങ്കിലും ഫ്രീ പീരീഡിൽ ആരെങ്കിലും സാറന്മാർ ചിലപ്പോൾ വന്നിട്ട് ചോദിക്കും, ആരെങ്കിലും ഉണ്ടോ പാടുന്നവർ, അല്ലെങ്കിൽ കഥ പറയാൻ അറിയാവുന്നവരുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാർ ഇവൻ പാടുമെന്ന് പറഞ്ഞ് എന്നെ കയറ്റി വിടും. അപ്പം അന്നൊക്കെ പേടിയുണ്ടായിരുന്നെന്ന് പറഞ്ഞാലും പിന്നെ അതങ്ങ് ശീലമായി. അപ്പോൾ ഏതെങ്കിലും ഫ്രീ പീരീഡിലൊക്കെ 2-3 പാട്ട് പാടുക, ഇതൊക്കെ അങ്ങനെ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. ലിയോ 13 9ാം ക്ലാസ് പകുതി. അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് അച്ഛൻ ട്രാൻസ്ഫറായി കൊല്ലത്ത് വരുന്നു. ഞാൻ ഹൈസ്കൂൾ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും കൊല്ലത്ത് സെയിൻറ്റ് അലോഷ്യസ് എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ ആ സമയത്തും സ്കൂളിലെ പാട്ടുകാരനാണ്, ഏറ്റവും നന്നായിട്ട് പാടുന്ന പാട്ടുകാരനാണ്. അത് കഴിഞ്ഞ് കോളേജിൽ വരുന്നു. കോളേജിൽ വന്നപ്പം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന
ആണ് ഒന്ന് മുകേഷ്, ഉം. പിന്നെ സുരേഷ് ഗോപി. അത് ബാലേന്ദ്ര മേനോൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്നെക്കാൾ 5 വയസ്സിന് സീനിയർ സീനിയറായിരുന്നു. ആയിരുന്നു. MA ക്ലാസ്സിലായിരുന്നു. അപ്പം പക്ഷെ അദ്ദേഹമായിരുന്നു കോർഡിനേറ്റ് ചെയ്യുന്നത്, ആഹാ. കോളേജിലെ പരിപാടികളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പം പാടാൻ ചിലപ്പോൾ ഞാനായിരിക്കും. അപ്പം നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും പ്രാക്ടീസ് റിഹേഴ്സലൊക്കെ നടക്കും. അങ്ങനെ അന്നേ ഒരു പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് പിന്നെ അങ്ങോട്ടും കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ആ സമയത്ത് കൊല്ലത്ത് ഞങ്ങൾ 72-ലാണ് ഫാദർ കൊല്ലത്ത് വരുന്നത്. ഉം. അപ്പോൾ എൻ്റെ വീടിന് അപ്പുറത്ത് 2 വീടിന് അപ്പുറത്തുള്ള വീട്ടിൽ യേശുദാസ് വരും. ആഹാ. അപ്പോൾ 61-ലാണ് അദ്ദേഹം സിനിമയിൽ വരുന്നത്. കൃത്യം 10 വർഷം കഴിഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തെ കാണുന്നു. ആഹാ. ഒന്ന് ഈ പറഞ്ഞ പോലെ 72-ൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പാട്ടുകൾ ചക്രവർത്തിനി, വസുമതി, ഇന്ദ്രവല്ലരി, ഇങ്ങനെ കുറേ പാട്ടുകൾ ഇങ്ങനെ. അപ്പോൾ അതൊക്കെ നമ്മൾ റേഡിയോയിൽ നിന്ന് കേട്ട് പഠിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത് അപ്പുറത്തെ വീട്ടിൽ യേശുദാസ് വരുമെന്ന്. അപ്പോൾ അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യനും അവിടുത്തെ. അപ്പോൾ ഇവൻ ഒരു ദിവസം എന്നോട് പറയുന്നു, ചേട്ടാ അല്ല സോറി എടാ നാളെ കഴിഞ്ഞ് ദാസങ്കൾ വരുമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തു ദാസൻ യേശുദാസ് ഇല്ലേ സിനിമയിലൊക്കെ പാടുന്നത്? ആ പുള്ളി അച്ഛൻ്റെ വലിയ ഫ്രണ്ടാണ്. അപ്പോൾ കൊല്ലത്തൊരു ഗാനമേള ഉണ്ടായിരുന്നു, അതിനു വേണ്ടി വരുന്നത്. അപ്പം ഇവിടെ വന്ന പുള്ളിയുടെ കൂടെ താമസിക്കുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒപ്പിച്ചു കാണാൻ വേണ്ടി. അങ്ങനെ അടുത്ത വീടല്ലേ, അതുകൊണ്ട് കയറിയിരുന്ന് പുള്ളിയെ കണ്ടു. അപ്പോൾ എന്നെ കൊണ്ടൊരു 3-4 പാട്ട് പാടിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, നീ സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ പാട്ടിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അച്ഛൻ്റെ ഒക്കെ സ്ഥിതി ഇങ്ങനെയാണ്. അപ്പോൾ അത് കാരണം പാട്ട് പഠിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിനകത്ത് വരണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പാടി പഠിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു കുറച്ച് സംഗീതമെങ്കിലും പഠിക്കണം, എന്നാലേ ഇതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അന്ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ കൂടെ മാടന്നട എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ നിന്നൊരു 6-7 കിലോമീറ്റർ മാറി ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അവിടെ ഈ ഗാനമേളയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അവിടെ ചെന്നിറങ്ങിയപ്പം മുതൽ അവിടെ എങ്ങും നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ ജനം. ഓരോരുത്തർ വന്ന് തൊട്ട് നോക്കുന്നു. അന്ന് താടിയൊന്നുമില്ല, ക്ലീൻ ഷേവാണ്. ചെറിയ മെലിഞ്ഞൊരാളാണ്, മുടി മാത്രമേ ഉള്ളൂ തോള് വരെ, പക്ഷെ താടി മീശയൊന്നുമില്ല. എന്തോ ഒരു അട്രാക്ഷൻ അന്നേരം പുള്ളിയെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് പുള്ളി പറഞ്ഞ പോലെ അങ്ങോട്ടും ഇടയകന്യകി, അതേപോലെ പിന്നെ ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ പിന്നെ മറ്റേ ചക്രവർത്തിനി, ഇങ്ങനെയുള്ള പാട്ടൊക്കെ അങ്ങോട്ട് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണോ യേശുദാസ് എന്നുള്ള ഇത് നമ്മുടെ മനസ്സിലിങ്ങനെ കിടന്ന് ഇതാവുക. ലൈവായിട്ട് കേൾക്കുക. അത്രയും നാള് റേഡിയോയിലല്ലേ കേട്ടിട്ടുള്ളൂ. ഒരു സൈഡിൽ മാറി ഇങ്ങനെ പുള്ളിയുടെ ചലനങ്ങളും എല്ലാം കംപ്ലീറ്റ് നോക്കി. പിന്നെ എപ്പോൾ വന്നാലും ഞാൻ അവിടെ ഉണ്ട്, ഫുൾ ഫോളിനാണ്. അപ്പം അങ്ങനെയാണ് ആ പാട്ടിനകത്തോട്ടുള്ളൊരു പൂതി വരുന്നത്. അപ്പം പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് മെഡിസിന് പോകണമെന്നുള്ള ധാരണയിൽ പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പൊക്കെ എടുത്ത് ഒക്കെ തുടങ്ങിയതാ. പക്ഷെ ഇതിനകത്തോട്ടുള്ളൊരു ഇൻട്രസ്റ്റ് പിന്നീട് അങ്ങോട്ട് വന്നിട്ട് ഈ പറഞ്ഞ ക്ലാസ്സിലൊന്നും കയറില്ല, ഓരോ ക്ലാസ്സിൽ കയറി പാടി നടക്കുക. അങ്ങനെ പരീക്ഷയൊക്കെ ആയപ്പോഴത്തേക്കും റെക്കോർഡ് എഴുതിയിട്ടില്ല. ഒന്നാമത് ഇതിൻ്റെ ഒന്നും ടെക്നിക്കൽ പേരുകളൊന്നും അറിയത്തില്ല. അങ്ങനെ ഏതായാലും പ്രീ ഡിഗ്രി കോളേജ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പ്രീ ഡിഗ്രി പാസ്സായതിനു ശേഷം ഡിഗ്രിക്ക് കൊമേഴ്സ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഫാദറിൻ്റെ ഹോപ്പൊക്കെ പോയി, ഇവൻ ഇല്ല എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. ആ സമയത്ത് ഞാൻ അപ്പനറിയാതെ ഗാനമേളയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. പഠിച്ചില്ല, അപ്പോഴും പാട്ട് പഠിക്കാൻ തുടങ്ങിയില്ല. പിന്നെ പ്രീ ഡിഗ്രി പൊട്ടി നിൽക്കുന്ന സമയത്താണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് കയറിയപ്പം മുതൽ പതുക്കെ അച്ഛൻ അറിയാതെ ഗാനമേളയ്ക്ക് പോകാൻ തുടങ്ങി. നേരം വിളക്കുന്നതിന് മുമ്പ് വന്ന് കയറും. അമ്മയ്ക്ക് അറിയായിരുന്നു. അങ്ങനെ ഇതിലേക്ക് അങ്ങ് പിന്നെ അങ്ങ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ ഫുൾ ടൈം പിന്നെ അങ്ങ് ഇതിലേക്ക് അങ്ങ് ഇറങ്ങുമായിരുന്നു. വീട്ടിൽ നിന്ന് സപ്പോർട്ട് ആയിരുന്നു. ആദ്യം സപ്പോർട്ട് ആയിട്ടൊന്നും വന്നില്ലെങ്കിലും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരനൊരു വിഷമമായിരുന്നു. എന്ന് വെച്ചാൽ ഇവൻ എവിടെ ചെന്ന് എത്തും. കാരണം അന്ന് 10 രൂപ 20 രൂപയൊക്കെ ഉള്ളൂ ഒരു ആർട്ടിസ്റ്റിൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത്. എനിക്ക് ആദ്യം കിട്ടുന്ന 30 രൂപയാണ്. അപ്പം 30 രൂപയ്ക്ക് ഇവൻ എവിടെ ചെന്നെത്തും എന്നുള്ള ഒരു പേടി പേരൻസിനുണ്ടാവുമല്ലോ. അപ്പം ഞാനും ഒരു അപ്പനായപ്പോഴേ എനിക്കും അത് മനസ്സിലാവുന്നത്. പിള്ളേരുടെ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പം ഇവൻ എവിടെ ചെന്നെത്തും, കാരണം പേയ്മെൻ്റ് ഇല്ല. ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ചീത്ത പേരും. മോൻ എന്നാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പാടി കിടക്കുക എന്ന് പറഞ്ഞാൽ
ഇന്നത്തെ പോലെ അല്ല. അന്ന് പാടി നടന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഓരോരുത്തരും വിളിച്ച് ചോദിക്കും. അപ്പം ആ ഒരു ഇതൊക്കെ അവർക്കൊരു വലിയൊരു പ്രയാസമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഇതിന് ശേഷം ഇതിലേക്ക് വന്നു. നമ്മൾ അത്യാവശ്യം പേരും കാശും മറ്റു തരത്തിലുള്ള റെപ്യൂട്ടേഷനും ഒക്കെ ആയപ്പോഴത്തേക്കും സന്തോഷമായി. മാറി ആ ഒരു ഇതെല്ലാം മാറി. അതെ അതെ അതെ. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ അപ്പോഴത്തേക്കും കാലം മാറി. ആർട്ടിസ്റ്റിന് ഒരു വിലയായി. ഇപ്പം എന്നും ആർട്ടിസ്റ്റിൻ്റെതായ വിലയുണ്ട്. കാരണം രാജഭരണകാലത്തും കൊട്ടാരം വൈദ്യൻ, കൊട്ടാരം വിദൂഷകൻ, അതായത് മിമിക്രി, കൊട്ടാരം ഗായകൻ, കൊട്ടാരം വൈദ്യര്, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പോസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവർ മനസ്സിലാക്കാതെ അങ്ങ് തറ കളിച്ചു. അവിടെയാണ് പറ്റിപ്പോയത്. അങ്ങനെ ദാരിദ്ര്യവും എപ്പോഴും പ്രശ്നങ്ങളും അങ്ങനെ വന്നപ്പോഴാണ് കലാകാരന്റെ ഔന്നിത്യം പോയത്. എന്തായാലും ഈ ആദ്യത്തെ രൂപ എന്ന് പറയുന്നത് 30 രൂപയാണോ കിട്ടിയത്? ഏറ്റവും ആദ്യത്തെ 10 രൂപ. 10 രൂപയാണ് ആദ്യത്തെ ആദ്യം പ്രതിഫലം. കിട്ടുന്നത്. അത് ഏതിനായിരുന്നു? പറയാൻ പറ്റുന്ന സ്റ്റോറിയാണോ? പറയുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് വലിയൊരു സംഘടനയിൽ പോയി പാടിയതാണ്. ഏത് വയസ്സിലാ? അന്നേരം ഒരു 18 വയസ്സൊക്കെ ഉള്ളൂ. 18 വയസ്സ്. വോയിസ് ഒക്കെ മച്ചുറായി വരുന്നേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നന്നായി പാടുമായിരുന്നു. നന്നായി പാടുകയും ചെയ്തു. അപ്പം അതെല്ലാം കഴിഞ്ഞ് പറഞ്ഞു പിന്നെ എന്നെ കൊണ്ട് പാടിച്ച്. അപ്പം അന്ന് കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം പിന്നെ ട്രെയിൻ ടിക്കറ്റിന് 7 രൂപയുള്ളൂ. 7 രൂപയാണ് ചാർജ്. അപ്പം പോയിട്ട് 3 രൂപയാണ് അതിൽ നമുക്ക് ബാക്കി കിട്ടുക. അപ്പം എന്നോട് അതെല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രി 2 മണിയായപ്പം നോർത്തിൽ ഇറങ്ങി കൊണ്ടുവിട്ടു. എടോ തൽക്കാലം താനിത് വാങ്ങിക്കും. 10 രൂപ. നമുക്ക് മുമ്പോട്ട് പോകും തോറും നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടി വാങ്ങിക്കാം, തരാം എന്ന് പറഞ്ഞാണ് ഞാൻ. അപ്പം ഒരു പിടിയില്ല. എറണാകുളത്ത് ആദ്യം വരിക. പിന്നെ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് തിരിച്ച് വീട്ടിൽ പോയി. അപ്പം അതാണ് ആദ്യത്തെ അനുഭവം. പക്ഷെ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഓരോ എന്താ പറയാ മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായിരുന്നു. ഗാനമേള ട്രൂപ്പുകളിൽ അന്ന് പാടി തുടങ്ങി. 18 ട്രൂപ്പുകളിൽ പാടിയിട്ടില്ല. പക്ഷെ ഇതൊരു ഫേമസ് ഇതായതുകൊണ്ട് ഞാൻ ഫാദറിനെ അവർ നേരിട്ട് വിളിച്ച് അങ്ങനെ വന്നതാണ്. സിനിമയിലേക്ക് ഫസ്റ്റ് സിനിമ ഇപ്പൊ ബാലചന്ദ്രമേനോന്റെ ഫസ്റ്റ് സിനിമയിലേക്ക് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ എനിക്ക് അറിയാമായിരുന്നു. സീനിയർ ആണല്ലോ അല്ലേ? അതെ, എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ അറിയാമായിരുന്നു. അപ്പം അതുകൂടാതെ ഞാൻ ആ സമയത്ത് അത്യാവശ്യം പേരെടുത്തു വരുന്ന സമയം 81 കാലഘട്ടത്തിലൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തി കൊല്ലത്തുണ്ട് എന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദൂരത്ത് പാടി ഒരു പേരായി. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് കോട്ടയത്ത് BCM കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്, പെൺകുട്ടികളുടെ കോളേജ്. അവരുടെ സിൽവർ ജൂബിലി സെലിബ്രേഷൻസിന് എൻ്റെ ഗാനമേളയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്ക് കുട്ടികൾക്കും വൈകുന്നേരം 6 മണിക്ക് പബ്ലിക്കിനും 2 പ്രോഗ്രാമായിരുന്നു അവരുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ അനുജത്തിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് അന്നത്തെ ഒരു വലിയ സിനിമാ കമ്പനിയാണ് സെഞ്ച്വറി ഫിലിംസ്. അവിടുത്തെ മാളിയേക്കൽ എന്നാണ് അവരുടെ, കോട്ടയത്തെ മാളിയേക്കൽ എന്ന് പറഞ്ഞാൽ വലിയൊരു കുടുംബമാണ്. മാളിയേക്കൽ കുടുംബത്തിൻ്റെ ആണ് ഈ സെഞ്ച്വറി ഫിലിംസ്, സെൻറ്റിനറി ഫിലിംസ്, സെൻട്രൽ ഫിലിംസ്, ഡിന്നി ഫിലിംസ് എല്ലാം അവരാ. അപ്പം അന്ന് ഈ മാളിയേക്കൽ ഫിലിംസിലെ ഡിന്നി ഫിലിംസിലെ മാനേജറായിരുന്നു ജോയ് തോമസ്, പിന്നീട് സിനിമ പ്രൊഡ്യൂസറായ ജോയ് തോമസ്. അപ്പം ഞാൻ ഈ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലൊക്കെ ഇടയ്ക്ക് പോയി നിൽക്കുക. അന്നത്തെ കാലത്ത് കൊച്ചു പ്രായത്തിലൊക്കെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ അമ്മയുടെ അനിയത്തിമാരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കും. അപ്പം അങ്ങനെ ഒരിക്കൽ നിന്ന സമയത്ത് ഞാൻ ഈ സെഞ്ച്വറി ഫിലിംസിൻ്റെ ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും പറയും നമുക്കൊരു അവസരം എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് തരണേ എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ BCM കോളേജിലെ ഗാനമേള വരുന്നത്. അങ്ങനെ ഞാൻ അമ്മയുടെ അനിയത്തിയെയും അതേപോലെ സെഞ്ച്വറി കൊച്ചുമോൻ്റെ അമ്മയും ഒക്കെ കൂടെ ഈ ഗാനമേളയ്ക്ക് കൊണ്ടുപോയി. ഗാനമേള കഴിഞ്ഞ് ആദ്യത്തെ ഗാനമേള കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പാട്ടൊക്കെ പാടി നടന്നാൽ മതിയോ, സിനിമയിലൊന്നും പാടണ്ടേ എന്ന് ഈ കൊച്ചുമോൻ്റെ അമ്മ എന്നോട് ചോദിച്ചു. അപ്പം അന്ന് ഞങ്ങൾ ഈ പ്രായമുള്ളവരൊക്കെ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അമ്മച്ചി അതാണ് ഏറ്റവും വലിയ ആഗ്രഹം, സിനിമയിൽ പാടണം എന്നുള്ളത്. പക്ഷെ ആരും തരാനാ. ഞാൻ നോക്കട്ടെ, കൊച്ചുമോനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞ് 3-4 മാസമൊക്കെ കഴിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം പെട്ടെന്ന് ഒരു വിളി വരുന്നു, നിങ്ങൾ മദ്രാസിലേക്ക് അത്യാവശ്യമായിട്ട് വരണം, ജോൺസൺ മാഷിന് നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കണം.
അപ്പം മദ്രാസിൽ ഇതുപോലെ പോയിട്ടില്ല. അപ്പം അമ്മയുടെ വേറൊരു അനിയത്തി ഉണ്ട് അവിടെ. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടുന്ന് സ്റ്റുഡിയോയിൽ കൊണ്ട് വിടുന്നു. അങ്ങനെ ജോൺസൺ മാഷ് എൻ്റെ മുമ്പിൽ ഒരു 3-4 പാട്ട് ഞാൻ പാടി. അപ്പോൾ 2-3 ടൈപ്പ് നല്ല ഹൈ പിച്ചിലും ലോയിലും ഒരു മീഡിയം ടൈപ്പിലൊക്കെ പാടി തരങ്കണി സ്റ്റുഡിയോ വെച്ചിട്ട്, മദ്രാസ് തരങ്കണി. അപ്പോൾ അവിടെ വെച്ച് പാടി അത് കഴിഞ്ഞ് ഒന്നും മിണ്ടിയില്ല മാഷ്. ഞാൻ അവിടുന്ന് പിന്നെ അടുത്ത പാട്ടിൻ്റെ ഇതിലേക്ക് പുള്ളി പോകുന്നു. അപ്പം ഞാൻ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ കൊച്ചുമോൻ എന്നെ അവിടുന്ന് പുള്ളിയുടെ വണ്ടി കയറ്റി ഞങ്ങൾ തിരിച്ച് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോവുക. പോകുന്ന വഴിക്ക് പുള്ളി ആരെയോ ഫോൺ ചെയ്യുന്നുണ്ട്. അന്ന് മൊബൈലൊന്നുമില്ല. അവിടെ കോടമ്പകത്തൊരു ഫേമസ് ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി പുള്ളി സിനിമാക്കാരുടെ ഒരു ഹോട്ടലാണ്. ഫോൺ ചെയ്തു ആരൊക്കെയോ, ആ കൂട്ടത്തിരിഞ്ഞ് ഫോൺ ചെയ്തു. തിരിച്ച് വീണ്ടും പോവുക. പോകുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, എടോ താൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്തം വിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ജോൺസൺ മാഷിന് തൻ്റെ ശബ്ദം ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എനിക്ക് ഈ കേൾക്കാത്ത ശബ്ദത്തിൽ ഒരു പാട്ട് കിട്ടുന്നത്. അപ്പോൾ ജോൺസൺ മാഷാണ് ഏറ്റവും ആദ്യം സിനിമയിൽ പാടിക്കുന്നത് മാഷാണ്. അതെ, മാനത്തെ കൊട്ടാരം. അതിലൊക്കെ നല്ല ഞാൻ പാടിയതിൽ ഒരു നല്ല ശതമാനം പാട്ടുകളും ആളുകളുടെ മനസ്സിലുള്ള പാട്ടുകളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തോ തലവരയുടെ ഒരു ചെറിയ പ്രശ്നം എവിടെ കിടപ്പുണ്ട്. FM സ്റ്റേഷൻസ് എൻ്റെ പാട്ടുകൾ ഇടാറില്ല, ഇപ്പോഴും ഇടാറില്ല. പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല. വല്ലപ്പോഴും കേൾക്കുന്നത് ദൂരദർശനില്ല, അതും വല്ലപ്പോഴുമാണ്. എൻ്റെ അങ്ങനെ പാട്ടുകൾ ലളിതഗാനം അങ്ങനെയുള്ളത് ഇപ്പൊ അധികം ഇല്ല. അല്ല, ലളിതഗാനമല്ല. ദൂരദർശൻ എൻ്റെ ഒരു 3-4 ലളിതഗാനങ്ങൾ ഭയങ്കര ഹിറ്റായ 3-4 ലളിതഗാനങ്ങളുണ്ട്. അവര് അത് ഇടാറുണ്ട്. മറ്റേ ഡാലിയ ഡാലിയ പൂച്ചൊരിഞ്ഞ പൊൻ പരാഗമൻ കിനാവിലാഗതമായി, ഇത് ദൂരദർശൻ്റെ. അതുപോലെ രാഗമായി രതിഭാവമായി ഉണരുന്ന ശ്രാവണ ശ്രീകലേ, അത് ഒരു സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷെ സിനിമാ പാട്ടുകൾ വല്ലപ്പോഴും ആണ് ഇടാറ്. അത് ഇപ്പം വല്ലപ്പോഴും വരുന്നത് ദൂരദർശനിലാണ്. പിന്നെ ഇന്നത്തെ ഈ ന്യൂജൻ ആയതുകൊണ്ട് 10, 25, 30 വയസ്സുള്ള പിള്ളേരൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തോ. ഇപ്പം മന്ത്രി കൊച്ചമ്മയൊക്കെ ഇന്നത്തെ കാലത്ത് പറ്റിയ പാട്ടുകളാണെങ്കിൽ പോലും അതൊന്നും ഇടാറില്ല. പുത്തം പുതുക്കാലം, പുത്തം പുതുക്കാലം മുത്തമിട്ട നേരം, അത് നല്ലൊരു പാട്ടായിരുന്നു. അതേപോലെ കടലേഴും താണ്ടുന്ന കാറ്റേ കടലോര കാറ്റേ നീ വായോ, കടലോരക്കാറ്റ് എന്ന സിനിമയിൽ, അത് സുരേഷ് ഗോപിയായിരുന്നു അതിനകത്ത്. അതുപോലെ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, താലോലം പൂം പൈതലേ താരാട്ടാൻ വാത്തന്നലെ ഈ താമര പൂം കൺകളിൽ ഒരു മുത്തം നൽകാൻ വാ, കുളിർമുത്തം നൽകാൻ വാ, താലോലം പൂം പൈതലേ. പിന്നെ ഇപ്പൊ ഈ മാനത്തെ കൊട്ടാരത്തിൽ ഈ പാട്ട് തന്നെ, അല്ല ഈ പാട്ട് എന്ന് പറയുന്നത് ദിലീപിന്റെ തുടക്കമാണ് ഇതൊക്കെ. ദിലീപ്, പിന്നെ നമ്മുടെ അശോകൻ, ഇവരുടെയൊക്കെ ആദ്യത്തെ പടങ്ങളാണ്. ആദർശ. അതിനു മുമ്പ് പാടിയ പാട്ടുകളെക്കാളൊക്കെ വളരെ കുറച്ചും കൂടെ ഫാസ്റ്റ് നമ്പേഴ്സ് ആണ് ഈ പാട്ട്. അതെ അതെ അതെ. അതേപോലെ ഈ പിന്നെ വൃന്ദാവന ഗീതം മൂളി എന്ന് പറഞ്ഞൊരു പാട്ട് ഞാനും മിൻമിനിയും കൂടെ പാടിയൊരു പാട്ടുണ്ട്. ക്ലാസിക്കലും പറ്റുന്ന തെളിയിച്ചു കൊടുത്തു. അത്യാവശ്യം വലിയ അമാനുഷമായിട്ടുള്ള പാട്ടൊന്നും എൻ്റെ കയ്യിലില്ല. അത്യാവശ്യം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് മാത്രം ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ എല്ലാ ടൈപ്പ് പാട്ടുകളും പാടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ആദ്യം പാടിയൊരു പാട്ട്, കാരണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ദാസേട്ടൻ്റെ ചില പാട്ടുകൾ കേട്ടിട്ടാണ് ആ ഇൻസ്പിറേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് തമ്പി കണ്ണന്താനത്തിൻ്റെയാണെന്ന് തോന്നുന്നു ഒരു സിനിമയിൽ ഞാൻ പാടിയിട്ടുള്ളൊരു പാട്ട്, രാവിൻ്റെ പാതിയിൽ സൂര്യനുദിച്ചാൽ പല മാന്യന്മാർ മോന്തണതെന്തൊരു കള്ള്. അപ്പൊ കള്ളടിക്കാൻ നമുക്ക് കള്ളടിച്ച പോലെ പാടാം അങ്ങനെയും കാണിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ 1-2 ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ കള്ളു കുടിച്ചതുപോലെയുള്ള. അപ്പം പാടാൻ നമുക്ക് പറ്റും, പക്ഷെ ഇത് നമുക്ക് ആരെങ്കിലും തരണ്ടേ? അതാണ്. അപ്പൊ എങ്ങനെ നമുക്കിട്ട് അവനെ എങ്ങനെ ഇരുത്താം എന്നുള്ളതാണ് മെയിൻ. അതെ, എനിക്ക് തോന്നുന്നു കലാരംഗത്ത് ഏറ്റവും കൂടുതൽ അങ്ങനെ എപ്പോഴും ഒരാളെ ചവിട്ടി കയറി എങ്ങനെ മുകളിൽ പോകാം എന്ന്.
നമുക്ക് അവസരങ്ങൾ വരുമ്പോൾ തന്നെ അത് തട്ടിക്കളയും. ഉം. അപ്പം അത് പുള്ളി വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ വിടുന്ന ഒരുപാട് ഇപ്പൊ ആൾക്കാരുണ്ട്. സാറിന്റെ ലൈഫിൽ ഇപ്പൊ കുറേ കാര്യങ്ങൾ എടുക്കുവാണെങ്കിൽ ഇതുപോലെ ഹിറ്റ് സോങ്സ് പാടി പിന്നെ കുറച്ച് നാള് കഴിഞ്ഞപ്പോഴാണ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. തീർച്ചയായും. അതിലൂടെ ഒരു കുറേ നാള് ഈ പൂമാനമേ പാടി ഞാൻ 86ലാണ്. അന്ന് ഗൾഫിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ വലിയ അവസരങ്ങൾ വളരെ കുറവുള്ള സമയമാണ്. വലിയ കാര്യമാണ് ഗൾഫിൽ ഒരു പ്രോഗ്രാം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ 85ലാണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ ഒരു പ്രോഗ്രാമിന് പോകുന്നത്. പക്ഷെ അന്ന് ഓർക്കസ്ട്ര ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഉള്ള 2-3 പീസ് ഓർക്കസ്ട്രയൊക്കെ വെച്ചാൽ പാടിയത്. അത് കഴിഞ്ഞ് 86ൽ എൻ്റെ ഓർക്കസ്ട്ര സഹിതം ഒരു 12 പേര് ഞങ്ങൾ ഇവിടുന്ന് പോവുക. അപ്പം 5 പ്രോഗ്രാം UAEയിൽ 5 പ്രോഗ്രാം. UAE എന്ന് പറയുന്നത് 86 ഫെബ്രുവരി. അപ്പോൾ UAE എന്ന് പറയുന്നത് അറിയാലോ 7 സ്റ്റേറ്റ് ആണ്. അപ്പം ഈ 7 സ്റ്റേറ്റിലും കൂടെ 5 പ്രോഗ്രാം. അപ്പോൾ അത് വലിയൊരു കാര്യം. എല്ലാ സ്റ്റേറ്റിലും ഓരോ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ. കാരണം ഇന്നത്തെ പോലെ ഗൾഫ് അന്ന് ഡെവലപ്പ് ആയിട്ടില്ല. ഇപ്പോൾ റോഡ്സും ഒന്നും ഇത്രയും വലിയതൊന്നും അല്ല. പ്രത്യേകിച്ചും സബേബ്സിലോട്ട്, അതായത് ഇപ്പോൾ അലൈൻ, പിന്നെ ഷാർജ അല്ലെങ്കിൽ അജ്മാൻ ഇങ്ങനത്തൊക്കെ പോകുന്ന റോഡുകളൊക്കെ സിംഗിൾ ലൈനാണ്. ഒരു വണ്ടി അങ്ങോട്ട് ഒരു വണ്ടി ഇങ്ങോട്ട് അങ്ങനെ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഒരു അവസരം കിട്ടി പോകുന്നത്. അബുദാബി പാടുന്നു. അബുദാബി പിന്നെ മലയാളി അസോസിയേഷൻ. അതെന്തോ അറം പറ്റിയ പോലത്തെ ഒരു പരിപാടിയായിരുന്നു. കാരണം ഏകദേശം 3.25 മണിക്കൂർ ഞാൻ പാടി. അന്ന് ഇന്നത്തെ പോലെ അല്ല, ഒറ്റ ഒരു ഗായകനും ഒരു ഗായികയേ ഉള്ളൂ. ഈ ഗായിക എന്ന് പറയുന്നത് 4-5 പാട്ട് പാടും. ബാക്കി ഒരു 10-15-20 പാട്ട് ഞാൻ തന്നെയാണ് പാടുന്നത്. അപ്പൊ അത് അന്ന് ഒരു ആവേശമാണ്, പ്രായക്കുറവുണ്ട്. മാത്രമല്ല എല്ലാത്തരം പാട്ടുകളും ആളുകൾക്ക് വേണം. ചോദിക്കുന്ന പാട്ടുകളൊക്കെ മലയാളം വേണം, ഹിന്ദി വേണം, തമിഴ് വേണം. അപ്പൊ എനിക്കറിയുന്ന പാട്ടുകൾ കൂടുതലും ദാസേട്ടന്റെ പാട്ടുകളാണ്. പക്ഷെ എന്നാൽ മറ്റുള്ള നല്ല പാട്ടുകൾ ഞാൻ പാടാറുണ്ട്. ഓ ദുനിയാക്കെ രക്കുവാലയൊക്കെ അന്ന് അവിടെ പാടിയായിരുന്നു. അങ്ങനെ ഒരു 3.25 മണിക്കൂറോളം പാടി ആ പാട്ട് ഇന്നത്തെ ഗൾഫിലെ വലിയ ലെൻസ്മാൻ എന്ന് പറഞ്ഞ, അന്ന് ലെൻസ്മാൻ എന്നൊന്നും പേരൊന്നുമില്ല, ഇതൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്നും ചോദിച്ച് വന്ന ആളാണ് ഷൗക്കത്ത്. അങ്ങനെ ആ വർക്കാണ് ആദ്യത്തെ വീഡിയോ കാസറ്റ്. എനിക്ക് അതിന്റെ പിറ്റേ ദിവസം ഞാൻ അപകടത്തിൽപ്പെടുകയാണ്. അപ്പൊ മരിക്കാൻ പോണു, ഇപ്പം മരിക്കും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഗൾഫിൽ കാർ അപകടം, 3 മരണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്നത്തെ ഹെഡ്ലൈൻസിൽ. അപ്പൊ അതിന് കൂടെ ഇങ്ങനെ വരും മാർക്കോസും ലീനയും ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്, 50% ഉള്ളൂ പ്രതീക്ഷ. അപ്പം അടുത്ത ദിവസത്തെ വാർത്തയിൽ ഇവരും പറയും എന്താ ഇപ്പം മരിക്കാൻ പോണു. അതിനിടയ്ക്ക് ചിലർ നാട്ടിൽ വരുന്നവര് ഭയങ്കര ആക്സിഡന്റ് ആയിരുന്നു, ഞാനല്ലേ കാലൊക്കെ എടുത്തുകൊണ്ട് പോയത്, ആശുപത്രി കൊണ്ട് കൊടുത്ത ഞാനാന്ന് വരുന്നത് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞതാ. വീട്ടിലെ സ്ഥിതി ഒന്നും ആലോചിക്കണം. കാല് റോഡിൽ കിടക്കുകയായിരുന്നു, ഞാൻ പുള്ളിയെ എടുത്തോണ്ട് കാല് കൊടുത്തത്. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുള്ള ഒരു കാലം. അങ്ങനെ ആ ആക്സിഡന്റ് പൂമാനമെന്നുള്ള പാട്ട് പാടിയിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ഞാൻ കിടക്കുമ്പോൾ 3 മാസം അവിടെ കിടന്നു. അവിടെ കിടക്കുമ്പോൾ പാടം ഇറങ്ങി, പാട്ട് ഭയങ്കര ഹിറ്റായി. ആ പാട്ട് ആലോചിക്കുമ്പോൾ ഇന്ന് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ആ പാട്ട് പാടിയിട്ട് പോയതിനു ശേഷമാണ് ഞാൻ സിനിമയിൽ നിന്ന് അകന്നു പോയത്. പിന്നെ പാടുന്നത് 91ലാണ്. 86 മുതൽ 91, 5 വർഷം ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ ആപ്പോ എറോ, ഈ പാട്ടാണ് പിന്നീട് 91 പാടി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പാട്ട് ആലോചിക്കുമ്പോൾ സങ്കടവും ഉണ്ട്, അതേസമയം സന്തോഷവും ഉണ്ട്. മന്ത്രികൊച്ചമ്മ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബ്രേക്ക് തന്ന ഒരു സിദ്ദീഖ് ലാലിന്റെ നല്ലൊരു സിനിമയും നല്ല പാട്ടുമായിരുന്നു. കാരണം എൻ്റെ ഗാനമേളകളുടെ ഇടയിൽ ഇവർ പണ്ട് മിമിക്രി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ മിമിക്രി പരിപാടി സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇവരുടെ മിമിക്രി ആയിരിക്കും. അങ്ങനെയൊക്കെ അന്നേ പരിചയമുണ്ട്. അപ്പം അങ്ങനെ ഈ അപകടം കഴിഞ്ഞ് 5 വർഷമായപ്പം ഒരിക്കൽ ഇതുപോലെ ഞാനിവിടെ എറണാകുളത്ത് MG റോഡിലെ എയർലൈൻസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. അതിൻ്റെ മുതലാളി നാസർ എൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൺസിഡറേഷനിൽ എനിക്ക് അവിടെ ഒരു മുറി കിട്ടിയായിരുന്നു. അപ്പം ഞാനത് എൻ്റെ ഓഫീസ് കം റെസിഡൻസ് പോലെ ഒരു 3-4 വർഷം ഞാൻ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അടിയിൽ ഉള്ള ഫ്ലോറിൽ എപ്പോഴും ഇവർ സിദ്ദീഖും ലാലും വരും. അപ്പോൾ ഇവരുടെ ആദ്യത്തെ റാംജി റാവു സ്പീക്കിങ്, മാന്നാർ മത്തായി ഒക്കെ കഴിഞ്ഞ് ഇവർ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം തന്നെ ഞാൻ കാർ ഷെഡിൽ നിൽക്കുമ്പം ഇവരവിടെ വരുന്നു. അപ്പോൾ ഡോക്യുമെൻ്ററി ഒക്കെ എടുക്കുന്ന ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഫൗണ്ടർ ചെയർമാനായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ബോബി. അപ്പോൾ ബോബിയെ കാണാനാണ് ഇവർ വരുന്നത്. അപ്പം അങ്ങനെ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ ഒന്നും ഇതുവരെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അടുത്ത പടം ആവട്ടെ
എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിളി വരുന്നത്. ഓ ഈ വിളിയിലാണ് ആ പാട്ട് കിട്ടുന്നത്. മന്ത്രിക്കൊച്ചമ്മ. മന്ത്രിക്കൊച്ചമ്മ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആളുകൾ പാടുന്നുണ്ട്. ഇപ്പോഴും പ്രത്യേകിച്ചും ലോ കോളേജ്, എൻ്റെ മോള് ലോയ്ക്ക് പഠിച്ചതാ. ആഹാ. അപ്പൊ അവള് പറയായിരുന്നു അവളവിടെ പഠിക്കുന്ന 4 വർഷവും ഈ പറഞ്ഞ പോലെ അവരുടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്, ആ പാട്ടുണ്ടാവും. ആ പാട്ടുണ്ടാവും. Okay. കാരണം കളിയാക്കാനും അർമാദിക്കാനും എല്ലാത്തിനും അവര് ഈ പാട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ പാട്ട് പാടി അങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ പിന്നെയും വീണ്ടും സജീവമായി മാപ്പിള പാട്ടുകൾ ധാരാളം പാടുന്നു അല്ലേ? അതെ, മാപ്പിളപ്പാട്ട്, എനിക്ക് ഈ മാപ്പിളപ്പാട്ടുകൾ അധികം ഏതൊക്കെയാണ് ഫേമസ് പാട്ടുകൾ? മാപ്പിളപ്പാട്ടുകൾ മാപ്പിളപ്പാട്ടിൽ ഏകദേശം 10,000-4,000 പാട്ടുണ്ട്. ഇത് ഒരുപാട് 2000-ൽ ഇറങ്ങിയ ഒരു CD ആണത്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്കും ആശംസിക്കാനുള്ളത് നിരവധി ഹിറ്റ് സോങ്സിലൂടെ ഞങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നുണ്ട്. ഇനിയും അങ്ങോട്ട് നിരവധി മലയാള സിനിമയിലായാലും ക്രിസ്തീയ ഗാനങ്ങൾ, അങ്ങനെ നിറയെ ഗാനങ്ങളിലൂടെ ഇനിയും ഞങ്ങളുടെ കാതുകളിലേക്ക് എത്താനായിട്ട് ഞങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.